ഹായ് നമസ്കാരം. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സുഖം തന്നെയാണ്. അപ്പോൾ ഈ സ്വെറ്ററൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് ആരും വേറൊന്നും വിചാരിക്കണ്ട. ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെയാണ്. കാരണം തണുപ്പ് കുറച്ച് പ്രോബ്ലമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഇതൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. മഴയുണ്ടല്ലോ, നല്ല മഴയാണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ വന്ന വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ ടെലിവിഷൻ, അതായത് സീരിയൽ. കാരണം നമ്മളെല്ലാവരും പറയും നമ്മൾ സിനിമയ്ക്ക് സെൻസർ ബോർഡുണ്ട്, എന്തുകൊണ്ട് സീരിയലിന് സെൻസർ ബോർഡില്ല? കാരണം ഈ ഒരു സീരിയൽ, ഒരു പരമ്പര ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ മാക്സിമം പോയൊരു 5 വർഷമാണ് ആ പരമ്പര ഇങ്ങനെ ഓടുന്നത്. നമ്മൾ മിക്ക TV ചാനലിലും നമ്മൾ കാണാറുണ്ട്, ഒരു സീരിയൽ ഒരു 5 വർഷത്തേക്ക് ഫിക്സഡ് ആണ്. ആ 5 വർഷത്തുള്ള ആ സീരിയലകത്തൊരു അവിഹിതം കഴിയും. ഒരു എന്താ ഒന്നെങ്കിൽ ഭാര്യയ്ക്ക് അവിഹിതം, ഇല്ലെങ്കിൽ ഭർത്താവിന് അവിഹിതം, ഇല്ലെങ്കിൽ ഭാര്യയുടെ അനിയത്തിക്ക് അവിഹിതം, ഇല്ലെങ്കിൽ ഭർത്താവിൻ്റെ അനിയൻ അവിഹിതം. പിന്നെ കുഞ്ഞു മക്കളുണ്ടെങ്കിൽ ആ മക്കളുടെ വായിൽ നിന്ന് വരുന്നത് നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള വർത്തമാനങ്ങൾ. ആ ചെറിയ പ്രായത്തിൽ, അത്രയും ക്യൂട്ട്നെസ് ആയിട്ടിരിക്കേണ്ട പ്രായത്തിൽ അവർ സംസാരിക്കുന്ന അതിലും കവിഞ്ഞ് പക്വതയോടാണ് നമ്മൾ കാണുന്നത്. കാരണം ഒരു മാക്സിമം ഒരു 18-20 വയസ്സുള്ള പെണ്ണുങ്ങൾ ചിന്തിക്കുന്ന അതേ രീതിയിലാണ് കുഞ്ഞു മക്കളുടെ രീതിയിലും അവരുടെ ഡയലോഗും കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അതും മോശം. പിന്നെ ഈ 6 മണി മുതൽ മാക്സിമം രാത്രി 10:30 വരെ ഈ അപ്പൂപ്പനും അമ്മൂമ്മയും അമ്മയും അച്ഛനും എല്ലാവരും കൂടെ നിരന്നിരുന്നാണ് ഈ സീരിയൽ കാണുന്നത്. ചിലപ്പോൾ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ഈ മക്കളുടെ റൂമിൽ പോയിരുന്ന് പഠിക്കും. ബാക്കി സമയങ്ങൾ ഇവരൊപ്പം വന്നിരുന്ന് ഈ സീരിയൽ കാണും ചില വീടുകളിൽ. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ സീരിയൽ സ്ഥിരം കാണുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ അവിടെ അത് ഡിസ്കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. കാരണം വേറെ ഒന്നും അമ്മയ്ക്ക് 24 hours ഇങ്ങനെ TV കണ്ടുകൊണ്ടിരുന്നിട്ട് അത് കണ്ണിന് പ്രോബ്ലം എന്ന് വെച്ചിട്ട് സിസ്റ്റർ അത് കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. എന്നാലും പുള്ളിക്കാരിക്ക് അതിൻ്റെ ഒരു വിഷമമുണ്ട്. ഭയങ്കര സീരിയൽ പൈത്യം പിടിച്ചൊരു അമ്മയായിരുന്നു. അതുപോലെ ഞാൻ മിക്കയിടത്തും കണ്ടിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും, എൻ്റെ ഫ്രണ്ട്സിൻ്റെ അമ്മമാരാണെങ്കിലും, എൻ്റെ ബന്ധുക്കളാണെങ്കിലും, മിക്ക വീടുകളിലും പണ്ട് ഞാൻ ചെല്ലുന്ന സമയത്ത് ഈ സീരിയൽ ടൈമിൽ ഒന്നും സംസാരിക്കാൻ പാടില്ല. അന്നേരം ഈ സീരിയലാണ് ഇവർക്ക് മുഖ്യം. കാരണം ഹസ്ബൻഡ് ജോലിക്ക് പോയിച്ച് വന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഹസ്ബൻഡ് ജോലിക്ക് പോയിച്ച് വന്നാൽ അവർക്ക് ഭക്ഷണം കൊടുക്കുകയോ അവർക്കൊരു ഗ്ലാസ് ചായ കൊടുക്കാനൊന്നും ഈ സ്ത്രീകൾക്കൊന്നും സമയമില്ല. അവരപ്പോൾ അടുത്ത സീരിയലിൽ ആ നായകൻ എന്താവാൻ പോകുന്നതെന്ന് ഓർത്ത് വിഷമിക്കുന്ന എത്രയോ പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ടെന്നറിയാമോ? അതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ആ ടോപ്പിക്ക് നിങ്ങളോട് സംസാരിക്കണം തോന്നിയത്. കാരണം സിനിമയെക്കാട്ടി ഏറ്റവും വലിയ ആപത്തെന്ന് പറഞ്ഞ സീരിയൽ തന്നെയാണ്. കാരണം ഈ സീരിയലാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുക. നമ്മുടെ വീടിൻ്റെ ഒരു വശത്ത് നമ്മൾ ഒരു സിനിമ തിയേറ്ററിൽ ഇരിക്കുന്ന പോലെ വീട്ടിൽ ഫാമിലി ഫുള്ള് ഇരുന്ന് കാണുന്ന ഒരു സാധനമാണ് സീരിയൽ ഇരുന്ന് കാണുന്നത്. അന്നേരം സിനിമ നമ്മൾ പൈസ കൊടുത്ത്, മിക്ക ആൾക്കാരും പൈസ കൊടുത്ത് അത്രയും ദൂരം, അല്ലെങ്കിൽ വീട്ടിൽ കുറച്ച് ദൂരം പോയി ചില ആൾക്കാർ കാണാൻ പോകാറില്ല. OTTയിലൊക്കെ വരുമ്പോഴേ കാണാറുള്ളൂ. മിക്കവരും കാണുന്നത് ഈ സീരിയൽ തന്നെയാണ്. സീരിയലാണ് ഇപ്പം ശനിയാഴ്ച ഞായറാഴ്ച എന്നുള്ള ദിവസങ്ങളിൽ, ആ ദിവസങ്ങളിലും കൂടെ സീരിയലുണ്ട്. പണ്ട് അതില്ലായിരുന്നു. പണ്ട് തിങ്കൾ മുതൽ വെള്ളി വരെ ഉള്ള ദിവസങ്ങളുള്ളൂ. ഇപ്പോൾ ശനി ഞായറും എല്ലാ സീരിയലും ഇങ്ങനെ ലൈവായിട്ട് ഓടുന്നുണ്ട്. മത്സരമാണ്. കാരണം പല രീതിയിലുള്ള കാര്യങ്ങളാണ്. പെൺപിള്ളേരെ തട്ടിക്കൊണ്ട് പോകുന്നു, നായികയെ തട്ടിക്കൊണ്ട് പോകുന്നു, നായകൻ വേറൊരു പെണ്ണിൻ്റെ കൂടെ പോകുന്നു, നായിക മക്കളുണ്ടായിട്ടും വേറൊരു ആണിൻ്റെ കൂടെ പോകുന്നു. എന്തൊക്കെ അവിഹിതങ്ങളാണ് ഈ സീരിയലിൽ കാണിക്കുന്നത്. സിനിമയെ സംബന്ധിച്ച് അവിഹിതമൊന്നും കാണിക്കില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിനകത്ത് സ്റ്റണ്ടും പിന്നെ അതും ഇതും മറ്റേത് മറിച്ചതൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ സീരിയൽ അങ്ങനെയല്ല, മൊത്തം അവിഹിതമാണ്. പിന്നെ മെയിൻ ക്യാരക്ടറായിട്ട് ഒരു നായികയെ കൊണ്ട് പ്രതിഷ്ഠിക്കുകയും ചെയ്യും. പിന്നെ നായികയുടെ ദുഃഖ സീനും കാര്യങ്ങളും കാണിച്ച് പ്രേക്ഷകരെ കയ്യിലെടുത്തിട്ട് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രേക്ഷകരെ മൊത്തം കയ്യിലെടുത്തിട്ട് ആ ഒരു ആളിനെ അങ്ങ് അഡിക്റ്റിലാക്കും. ഈ പെണ്ണുങ്ങളെ എത്രയും ചില പപ്പന്മാരും അച്ഛന്മാരൊക്കെ ഇത് കാണുന്നുണ്ട് കേട്ടോ സീരിയസ്ലി പറയാം. പിന്നെ ഇവർക്ക് വിഷമമാണ്. നമ്മൾ ഏഷ്യാനെറ്റിലും സൂര്യയിലും സീ കേരളത്തിലൊക്കെ നമ്മൾ മിക്ക സീരിയലും കാണുന്നുണ്ട്. എത്ര വർഷമായിട്ട് ഓടിക്കൊണ്ടിരിക്കുക ഒരു സീരിയലെന്ന്. മനസ്സിലായോ? അന്നേരം നമ്മൾ എന്താ പറയുക, ഈ സീരിയലൊക്കെ മാക്സിമം പോയാൽ ഒരു മാക്സിമം പണ്ടൊക്കെ സീരിയൽ മാക്സിമം പോയ ഒരു 3 ആഴ്ച 4 ആഴ്ച കൂടുതൽ ഒരു സീരിയലും ഇല്ലായിരുന്നു. എൻ്റെയൊക്കെ ചെറുതിലെ കൂടിപ്പോയ ഒരു 6 ആഴ്ച, അതിനപ്പുറത്തോട്ട് സീരിയലില്ല. അതും ആഴ്ചയിൽ ഒരു ദിവസമോ 2 ദിവസമോ എങ്ങാണ്ട് സീരിയലുള്ളൂ. ബാക്കി ദിവസങ്ങൾ വേറെയുള്ള പ്രോഗ്രാമാണ്. ഇപ്പം ഡെയിലി അത് ഈ 10 മണി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. അടുത്ത വേറൊരു ചാനലിൽ ഇതേ സീരിയൽ തന്നെ ആ സെയിം ചാനലിൽ വേറെ ചാനലുണ്ടല്ലോ. പിന്നെ സൂര്യ TV ആണെങ്കിൽ സൂര്യ TV തന്നെയാണ് വീണ്ടും അതൊരു 11-12 മണി വരെ വീണ്ടും റിപ്പീറ്റാണ് നൈറ്റ്.
പിന്നെ അത് കഴിഞ്ഞ് മോർണിംഗ് തുടങ്ങും. ആ സീരിയൽ തന്നെ വീണ്ടും മോർണിംഗിൽ. എന്തൊക്കെ കാണണം. സിനിമയിൽ മാത്രമല്ല ഫ്രണ്ട്സേ ഇങ്ങനെയുള്ള ഇതുള്ളത്, സീരിയലും ഉണ്ട്. സീരിയലാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നത്. സിനിമ കുറച്ച് അകലെയാണെന്ന് പറയാം. എന്നിട്ട് ഈ സീരിയൽ കുഞ്ഞു മക്കൾ സംസാരിക്കുന്നതാണ് കഷ്ടം. ഞാൻ ഞെട്ടിപ്പെട്ടുണ്ട്. ഈ ഇടയിൽ ആ ഒരു സീരിയലിൽ കണ്ടപ്പോൾ ഞാനൊരു കൊച്ചു കുട്ടി കണ്ട തീരെ ചെറിയ കുട്ടി, പക്ഷേ ആ കുട്ടിയുടെ വായിൽ നിന്ന് വരുന്നത് ഒരു 10-18 വയസ്സുള്ള ഒരു പക്വതയായ ഒരു സ്ത്രീ സംസാരിക്കുന്ന രീതിയിലാണ് ആ കൊച്ചു സംസാരിക്കുന്ന സീരിയലിൽ. ഞാൻ ആലോചിച്ചു, ദൈവമേ ഇത്രയൊക്കെ പക്വതയെ പിള്ളേർക്ക്. എന്തൊക്കെയാണ്. അച്ഛനെ മക്കളെ തിരിച്ചറിഞ്ഞില്ല, അച്ഛൻ മക്കളെ തിരിച്ചറിഞ്ഞില്ല, അമ്മ രഹസ്യത്തിൽ പ്രസവിച്ചു. എന്തൊക്കെ കാണണം. കഷ്ടം. അപ്പോൾ എനിക്കിന്ന് പറയാനുള്ള നമ്മുടെ സീരിയലാണ്. സിനിമയും അത്ര വലിയ ശരിയെന്നല്ല പറയുന്നത്. സിനിമയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട്. നമ്മുടെ ലൈഫിൽ ഓരോ ആൾക്കാർ ഏറ്റെടുക്കുന്നുണ്ട് പല രീതിയിലും. പല കുട്ടികളും അത് ചെയ്യുന്നുണ്ട്. അതുപോലെയാണ് സീരിയലും. ചിലതൊക്കെ നമ്മൾ അധികം കഴിവതും നമ്മൾ മക്കളെ ഒരുമിച്ചിരുന്ന്, അല്ലെങ്കിൽ വീട്ടിലെ അമ്മമാർ ഇല്ലെങ്കിൽ അച്ഛന്മാർ ഇല്ലെങ്കിൽ ആരും ഈ സീരിയൽ ഇങ്ങനെ അഡിക്റ്റ് ആവാതിരിക്കുക. കാരണം വേറെ എന്തെല്ലാം പ്രോഗ്രാമുണ്ട് മാറ്റി മാറ്റി കാണാൻ, അതൊക്കെ കാണുക. ആരും ഇങ്ങനെ അധികം സീരിയൽ പൈത്യം പിടിച്ചിരുന്ന് ആരും ഇരിക്കരുത്. കഴിവതും ചാനലൊക്കെ മാറ്റി വേറെയുള്ള കാര്യങ്ങൾ കുട്ടികൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ വല്ലാത്ത സമയത്ത് കാണുകയോ എടുക്കുകയൊക്കെ ചെയ്യുക. എന്നാലേ സീരിയൽ എന്ന് പറയുന്നൊരു കാര്യം നമുക്കൊരു അഡിക്ഷനാണ്. അത് നമുക്കൊരു എന്താ പറയുക, ഒരു മയക്കുമരുന്ന് പോലെയാണ്. അത് കറക്റ്റ് സമയത്തിൽ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഉറക്കം വരത്തില്ല ചില ആൾക്കാർക്ക്. അതിൽ എനിക്കിന്ന് പറയാനുള്ളത് ഇതിനെക്കുറിച്ചായിരുന്നു. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സുഖമായിട്ടിരിക്കുക. അന്നേരം പിന്നൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ.